നിങ്ങൾ എപ്പോഴെങ്കിലും വളരെ തീവ്രമായി ഒരു കാര്യം ആഗ്രഹിക്കുകയും അതെല്ലാ മനസ്സോടെയും ചോദിക്കുകയും ചെയ്തിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ? ഒരുപക്ഷേ ദൈവം കേൾക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, കരയുന്നു, തളരുന്നു, പക്ഷെ ഒരു പ്രതികരണവും വരുന്നില്ല. എന്നാൽ നിങ്ങൾ അത് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഉത്തരം വരാതിരുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രപഞ്ചത്തോട് ഒരു കൽപ്പന നൽകിയില്ല. അതെ, ഒരു കൽപ്പന. ഈ ശക്തിയോഗികൾ നിശബ്ദതയിലൂടെ കണ്ടെത്തിയതാണ്. വാക്കുകളിലൂടെയല്ല, ബോധത്തിലൂടെ സംസാരിക്കുന്ന ഒരു ഭാഷയാണിത്. പ്രാർത്ഥനയേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഊർജം. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് അപേക്ഷകളിലൂടെയല്ല, കൽപ്പനകളിലൂടെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും പൂർണ്ണമായും മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത് ഇതായിരിക്കും. ഇതൊരു ആത്മീയ കഥയല്ല, മറിച്ച് നിങ്ങൾ ചോദിക്കുന്നതിന് പകരം സൃഷ്ടിക്കുന്ന, ചോദ്യം ചെയ്യുന്നതിന് പകരം ഉത്തരമായി മാറുന്ന, വെറുതെ ജീവിക്കുന്നതിന് പകരം പ്രപഞ്ചത്തോടൊപ്പം സഹസൃഷ്ടിക്കുന്ന ഒരു യാത്രയാണ്. നിങ്ങളിത് കേൾക്കാൻ മാത്രമാണ് വന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ നിങ്ങൾക്കൊരു മാറ്റത്തിന് തയ്യാറാണെങ്കിൽ, ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായി വീണ്ടും ഉണരാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഒന്ന്, കണ്ണടച്ച് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ശബ്ദമുയരുന്നു. ഞാൻ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, അതിന്റെ ഹൃദയമിടിപ്പാണ്. ഇതൊരു കവിതയോ ഭാവനയോ അല്ല. പരമഹംസ യോഗാനന്ദൻ നമ്മെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ദിവ്യത്വത്തിന്റെ ആദ്യ കാഴ്ചയാണിത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആത്മാവിനെ കുലുക്കുന്ന, നമ്മുടെ ഉള്ളിലെ മയക്കത്തെ തകർക്കുന്ന ഒരു സ്പന്ദനമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യോഗാനന്ദൻ ലോകത്തിന് നൽകിയ ആഴമേറിയ ശാസ്ത്രത്തെക്കുറിച്ചാണ്. പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കരുത്, അതിന് കൽപ്പനകൾ നൽകാൻ പഠിക്കുക. ഒരു നിമിഷം നിർത്തുക. ഈ വാക്യം വളരെ ലളിതമാണ്, എന്നാൽ അതിന് അഗാധമായ അർത്ഥമുണ്ട്. നൂറ്റാണ്ടുകളായി നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ചെറുതും ദുർബലരുമാണ്, ദൈവത്തിനു മുന്നിൽ തലകുനിക്കാൻ യോഗ്യരാണ് എന്നാണ്. നമ്മൾ അമ്പലങ്ങളിൽ കൈകൂപ്പി, പള്ളികളിൽ മെഴുകുതിരി കത്തിച്ചു, പള്ളികളിൽ പ്രാർത്ഥനകൾ നടത്തി. നമ്മൾ ചോദിക്കണം, കരയണം, അപേക്ഷിക്കണം എന്ന് വിചാരിച്ചു. എന്നാൽ യോഗാനന്ദൻ പറയുന്നത് മറ്റൊന്നാണ്. അദ്ദേഹം നമ്മെ ഒരു പുതിയ ഭാഷ പഠിപ്പിക്കുന്നു, കൽപ്പനകളുടെ ഭാഷ. നമുക്ക് ജന്മം നൽകിയ അതേ പ്രപഞ്ചത്തോടുള്ള കൽപ്പന. എന്നാൽ ഇതിനർത്ഥം അഹങ്കാരമല്ല, പൊങ്ങച്ചമല്ല. ഇത് സ്വയം തിരിച്ചറിയലാണ്. യോഗാനന്ദൻ കൽപ്പന നൽകുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ദൈവത്തിനെതിരായി നിൽക്കണം എന്നല്ല അർത്ഥമാക്കിയത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് തുല്യമായ ദിവ്യമായ ആ വശത്തെ തിരിച്ചറിയണം എന്നാണ്. നിങ്ങളത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വെറും വാക്കുകളല്ലാതായി മാറുന്നു. അവ സ്പന്ദനങ്ങളാകുന്നു. അവ ഊർജമായി മാറുന്നു. അവ പ്രപഞ്ചത്തിന്റെ താളത്തിൽ ലയിക്കുന്നു. അപ്പോൾ പ്രപഞ്ചം കേൾക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഉയരുന്നു, നമ്മൾ എങ്ങനെയാണ് കൽപ്പനകൾ നൽകുന്നത്? ഇത് ശരിക്കും സാധ്യമാണോ? യോഗാനന്ദൻ നമ്മളോട് പറയുന്നു, പ്രപഞ്ചം ഒരു ബാഹ്യശക്തിയല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ, നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ, പ്രപഞ്ചത്തിന്റെ ആത്മാവുമായി നമുക്ക് ആശയവിനിമയം നടത്താൻ കഴിയും. ശാന്തമായ മനസ്സോടെ ഇരിക്കുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. എന്ത് സംഭവിക്കുന്നു? ക്രമേണ ചിന്തകളുടെ കുഴപ്പങ്ങൾ കുറയുന്നു. നിങ്ങളുടെ ശ്വാസം കൂടുതൽ ആഴമുള്ളതാകുന്നു. പിന്നീട് സമാധാനം മാത്രം അവശേഷിക്കുന്ന ഒരു നിമിഷം വരുന്നു. അവിടെ നിന്നാണ് കൽപ്പനയുടെ യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. ഒരു കൽപ്പന എങ്ങനെയാണ് നൽകുന്നത്? യോഗാനന്ദൻ നമ്മളോട് പറയുന്നു, ഒരു കൽപ്പന നൽകുക എന്നതിനർത്ഥം യഥാർത്ഥ ഹൃദയത്തോടെ ഒരു ദൃഢനിശ്ചയം ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഉദ്ദേശ്യം പ്രപഞ്ചത്തിലേക്ക് അയയ്ക്കുക. എനിക്കിത് വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ആ ചിന്തയിൽ ഒന്നിക്കുമ്പോൾ അതൊരു കൽപ്പനയായി മാറുന്നു. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. സംശയമില്ലെങ്കിൽ മാത്രമേ കൽപ്പന സ്വീകരിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ ഇത് സംഭവിച്ചാൽ കൊള്ളാം, ഒരുപക്ഷെ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അതിന് മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങൾ ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ മുഴുവൻ പ്രപഞ്ചവും നിങ്ങളെ സഹായിക്കാൻ തുടങ്ങുന്നു. യോഗാനന്ദൻ ഇതിനെ ഊർജത്തിന്റെ ഒരു കളിയെന്നാണ് വിളിക്കുന്നത്. ഒരു ചിന്ത ഒരു വിത്താണ്, ഒരു വികാരം വെള്ളമാണ്, വിശ്വാസം അതിനെ വളർത്തുന്ന സൂര്യനാണ്. അതുകൊണ്ട് ഈ ആദ്യ ഭാഗത്തിലെ 3 പ്രധാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1. പ്രപഞ്ചം ബാഹ്യമല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. 2. പ്രാർത്ഥനയും കൽപ്പനയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥന അപേക്ഷയാണ്, കൽപ്പന സ്വയം തിരിച്ചറിയലാണ്. 3. ഒരു കൽപ്പന നൽകാൻ വിശ്വാസം, വികാരം, വ്യക്തത എന്നിവ അത്യാവശ്യമാണ്. ഇനി യോഗാനന്ദന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെറിയ ധ്യാന വ്യായാമം നമുക്ക് ചെയ്യാം. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നേരെയാക്കിയിരിക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ ഒരു പ്രകാശമുണ്ടെന്ന് സങ്കൽപ്പിക്കുക. ക്രമേണ അത് വ്യാപിക്കുന്നു. പരമഹംസ യോഗാനന്ദൻ പറഞ്ഞു, നമ്മുടെ മനസ്സ് ഒരു റേഡിയോ സ്റ്റേഷൻ പോലെയാണ്. അത് സിഗ്നലുകൾ അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഇപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഭയം, സംശയം, അസൂയ, ദുഃഖം എന്നിവയുടെ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക തരംഗങ്ങൾ ഭാരമുള്ളതും വേഗത കുറഞ്ഞതുമായിരിക്കും. എന്നാൽ നിങ്ങൾ സ്നേഹം, സഹാനുഭൂതി, ഉത്സാഹം, ഭക്തി എന്നിവയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ തരംഗങ്ങൾ മൂർച്ചയുള്ളതും ഊർജ്ജസ്വലവും ശക്തവുമാകുന്നു. ഇതിനർത്ഥം പ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ സ്പന്ദനങ്ങളുടെ ഗുണനിലവാരത്തെ നേരിട്ട് ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതാണ് നിങ്ങളാകുന്നത്. ഇതൊരു ഉപദേശം മാത്രമല്ല, ഒരു ശാസ്ത്രീയവും ആത്മീയവുമായ സത്യമാണ്. അതിനാൽ നിങ്ങൾ പ്രപഞ്ചത്തിന് ഒരു കൽപ്പന നൽകാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വെറും വാക്കുകൾ സംസാരിക്കുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിന് നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നിങ്ങളുടെ സ്പന്ദനങ്ങളെ ട്യൂൺ ചെയ്യണം. ഒരു റേഡിയോയിൽ ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുന്നതുപോലെ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തിയായ സ്പന്ദനത്തിലേക്ക് നിങ്ങൾ സ്വയം ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് സമൃദ്ധി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് മതിയായ പണമുണ്ടാകില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങളുടെ സ്പന്ദനം ഒരു കുറവിൻ്റേതാണ്. നിങ്ങൾക്ക് സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആരും നിങ്ങളെ സ്നേഹിക്കില്ലെന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഏകാന്തതയെ പ്രപഞ്ചത്തിൽ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യോഗാനന്ദൻ പറയുന്നത്, ചിന്തകൾക്കപ്പുറം പോയി വികാരങ്ങളിലേക്ക് ഊളിയിടുക. ചിന്തകൾ നിങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നു, എന്നാൽ വികാരങ്ങൾ ഊർജം നൽകുന്നു. ഒരു കാര്യം നിങ്ങളുടെ സ്വന്തമാണെന്ന് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയുള്ളൂ. ഇതാണ് നമ്മൾ വികാരങ്ങളിലൂടെ കൽപ്പന നൽകുക എന്ന് പറയുന്നത്. ഇനിയൊരു പരിശീലനത്തിലൂടെ ഇത് മനസ്സിലാക്കാം. കണ്ണുകൾ അടച്ച് സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സങ്കൽപ്പിക്കുക. ആരോഗ്യം, സമ്പത്ത്, സ്നേഹം, സമാധാനം, എന്തും. അതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, അത് നിങ്ങൾക്ക് ഇതിനകം ഉണ്ടെന്ന് തോന്നുക. അത് നിങ്ങളുടെ ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലുമുള്ളതിന്റെ വികാരം അനുഭവിക്കുക. ഇപ്പോൾ പറയുക, എനിക്ക് എന്താണോ വേണ്ടത് അതാണ് ഞാൻ. ഇത് എന്റേതാണ്. ആ വികാരത്തിൽ കുറച്ചു നിമിഷം തുടരുക. നിങ്ങളുടെ ശരീരത്തിന്റെ സ്പന്ദനങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് കാണുക. ഇതാണ് യഥാർത്ഥ കൽപ്പന, ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന, ഉച്ചരിക്കാത്ത ഒന്ന്. ഇപ്പോൾ കണ്ണുകൾ തുറക്കുക. ഈ പരിശീലനം ലളിതമായി തോന്നാമെങ്കിലും അതിന് ആഴമുണ്ട്. ഇത് നിങ്ങൾ ദിവസവും ചെയ്യുമ്പോൾ ക്രമേണ നിങ്ങളുടെ ചിന്താരീതികൾ മാറാൻ തുടങ്ങുന്നു. നിങ്ങൾ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും സംശയത്തിൽ നിന്ന് വ്യക്തതയിലേക്കും ചോദിക്കുന്നതിൽ നിന്ന് കൽപ്പന നൽകുന്നതിലേക്കും മാറുന്നു. യോഗാനന്ദൻ ഈ പരിവർത്തനത്തെ ബോധത്തിന്റെ ആരോഹണം എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ബോധം ഉയരുമ്പോൾ നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ പ്രവർത്തിക്കുന്നില്ല, മറിച്ച് ഒരു ഉണർന്ന ആത്മാവിനെപ്പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകുന്നു, നിങ്ങളുടെ സാന്നിധ്യം ആകർഷിക്കുന്നു, നിങ്ങളുടെ സ്പന്ദനങ്ങൾ പ്രപഞ്ചവുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. പ്രപഞ്ചം ഒരു വികാരരഹിതമായ യന്ത്രമല്ല. അത് സ്പന്ദനങ്ങളോട് പ്രതികരിക്കുന്ന ഒരു ജീവനുള്ള ബോധമുള്ള സ്ഥാപനമാണ്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവ ഒരേ നിരയിലാകുമ്പോൾ ആ സ്ഥാപനത്തിന് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യോഗാനന്ദൻ ആവർത്തിച്ചു പറയുന്നത്, ചിന്തിക്കുക, അനുഭവിക്കുക, എന്നിട്ട് കൽപ്പന നൽകുക. ഈ ഭാഗത്തിന്റെ സാരം ഇതാണ്. ഓരോ ചിന്തയും ഒരു തരംഗമാണ്. പ്രപഞ്ചം ഈ തരംഗങ്ങളോട് പ്രതികരിക്കുന്നു. അവിടെ പ്രാർത്ഥനയില്ല, എന്നാൽ അദ്ദേഹത്തിനുള്ളിൽ അസാധാരണമായ എന്തോ സംഭവിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ടും പ്രപഞ്ചവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം എന്നത്തേക്കാളും ശക്തമാണ്. ഇതൊരു അവസ്ഥയാണ്. വാക്കുകൾക്കപ്പുറം പോയി ആശയവിനിമയം ബോധത്തിലൂടെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. സൃഷ്ടി ഒരു ആഗ്രഹമല്ലാതായിത്തീരുകയും ആത്മാവിന്റെ കൽപ്പനയുടെ മൂർത്തീകരണമാകുകയും ചെയ്യുന്ന സ്ഥലമാണിത്. പരമഹംസ യോഗാനന്ദൻ നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ ആഴത്തിലുള്ള ധ്യാനത്തിലായിരിക്കുമ്പോൾ, നമ്മൾ നിശ്ചലമായിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയവും ആത്മാവും ഒരേ നിരയിലായിരിക്കുമ്പോൾ നമ്മൾ സൃഷ്ടിയുടെ ആ അവസ്ഥയിലായിരിക്കും. കൽപ്പനയുടെ അവസാന ഘട്ടമാണിത്. അവിടെ നമ്മൾ ചോദിക്കുന്നത് നിർത്തി നമ്മുടെ ബോധം ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. ഇത് ഒരു അപേക്ഷയോ പ്രാർത്ഥനയോ അല്ല, മറിച്ച് ഒരു കൽപ്പനയാണ്, ഒരു പ്രത്യക്ഷീകരണമാണ്. ഒരു സന്യാസി ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുന്നത് സങ്കൽപ്പിക്കുക. അദ്ദേഹത്തിന്റെ ശരീരം നിശ്ചലമാണ്, കണ്ണുകൾ അടച്ചിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിനുള്ളിൽ ദിവ്യമായ എന്തോ സംഭവിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എന്നാൽ പ്രപഞ്ചവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത്ര ശക്തമാണ്, പ്രപഞ്ചം തന്നെ പ്രതികരിക്കാൻ തുടങ്ങുന്നു. ഇത് ശുദ്ധമായ, നിശബ്ദമായ സൃഷ്ടിയുടെ അവസ്ഥയാണ്. ഒരു വാക്കുപോലും ഉച്ചരിക്കാത്തതിന്റെ നിശബ്ദതയുടെ ശക്തി പ്രപഞ്ചത്തെ അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നിങ്ങൾ യാചിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ഊർജം, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്നിവ പ്രപഞ്ചവുമായി ഒരേ നിരയിലാക്കുന്നു. നിങ്ങളുടെ സ്പന്ദനം പ്രപഞ്ചത്തിന്റേതുമായി പൊരുത്തപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ആന്തരിക ഊർജം പ്രപഞ്ചവുമായി പൂർണ്ണമായി ഒരേ നിരയിലായിരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഒന്നിനും വേണ്ടി ചോദിക്കേണ്ടതില്ല.
നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ സ്പന്ദനത്തിന്റെ ഒരു ഭാഗമാണ്. അതാണ് നിങ്ങൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിനു പകരം പ്രപഞ്ചത്തോടൊപ്പം സൃഷ്ടിക്കാൻ തുടങ്ങുന്ന ഘട്ടം. പ്രധാന കാര്യം, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അവ ഒരു വലിയ ബോധത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. ആ സാർവത്രിക ബോധവുമായി നമ്മളെത്തന്നെ ഒരേ നിരയിലാക്കുന്നതിലൂടെ നമ്മൾ യാചിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും പകരം ഒരു സൃഷ്ടിയുടെ അവസ്ഥയിലേക്ക് കടക്കുന്നു. നിങ്ങൾ പ്രപഞ്ചവുമായി ഒരേ നിരയിലാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുള്ളവയും ആകർഷിക്കാൻ തുടങ്ങുന്നു. ഈ യാത്രയുടെ അവസാന ഭാഗം ഇതാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഫലത്തെക്കുറിച്ച് വിഷമിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതില്ല. പ്രപഞ്ചത്തോട് നിങ്ങൾ കൽപ്പിച്ചത് ശരിയായ സമയത്ത് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അതിനായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഇടമൊരുക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ ഒരു ബോധപൂർവമായ സൃഷ്ടാവാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും പ്രപഞ്ചത്തിന്റെ നിയമങ്ങളുമായി പൂർണ്ണമായും ഒരേ നിരയിലായിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തിലെ 3 പ്രധാന കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. 1. പ്രപഞ്ചം പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. 2. പ്രാർത്ഥനയും കൽപ്പനയും വ്യത്യസ്തമാണ്. പ്രാർത്ഥന ചോദിക്കലാണ്, കൽപ്പന സ്വയം തിരിച്ചറിയലാണ്. 3. ഒരു കൽപ്പന നൽകാൻ വ്യക്തത, വിശ്വാസം, സ്പന്ദനപരമായൊരു നിര എന്നിവ അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്ക് യോഗാനന്ദന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ധ്യാനം ചെയ്യാം. കണ്ണുകളടച്ച് സുഖമായി ഇരിക്കുക. ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നിങ്ങളുടെ ഹൃദയഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവിടെ ഒരു പ്രകാശം ഉണ്ട് എന്ന് സങ്കൽപ്പിക്കുക. അത് സാവധാനം നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. മനസ്സിൽ ആവർത്തിക്കുക, ഞാൻ പ്രപഞ്ചത്തിന്റെ ഒരു കുട്ടിയാണ്. എന്റെ ബോധം അതിരുകളില്ലാത്തതാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനകം എന്റേതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിനകമുണ്ടെന്ന വികാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് ഇതിനകം നിങ്ങളുടെ ഒരു ഭാഗമാണെന്ന് അനുഭവിക്കുക. ആ വികാരത്തിൽ കുറച്ച് നിമിഷം തുടരുക. എന്നിട്ട് സാവധാനം കണ്ണുകൾ തുറക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളും ഊർജവും പ്രപഞ്ചവുമായി ഒരേ നിരയിലാക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ആന്തരിക കൽപ്പനകളെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. ഈ പരിശീലനം ലളിതമാണെങ്കിലും അതിന് അതിരില്ലാത്ത ശക്തിയുണ്ട്. നിങ്ങളിത് ദിവസവും പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ക്രമേണ മാറുന്നു. നിങ്ങൾ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും സംശയത്തിൽ നിന്ന് വ്യക്തതയിലേക്കും ചോദിക്കുന്നതിൽ നിന്ന് കൽപ്പന നൽകുന്നതിലേക്കും മാറുന്നു. നിങ്ങൾ കാര്യങ്ങൾ സംഭവിക്കാൻ കാത്തിരിക്കുകയല്ല, മറിച്ച് അവയെ സജീവമായി സൃഷ്ടിക്കുകയാണ്. യോഗാനന്ദൻ സംസാരിച്ച ബോധത്തിന്റെ ആരോഹണമാണിത്. നിങ്ങളുടെ ചിന്തകൾക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ വാക്കുകൾ ഒരിക്കൽ പ്രപഞ്ചത്തിന്റെ താളവുമായി ഒരേ നിരയിലാകുമ്പോൾ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറുന്നു. നിങ്ങളുടെ സ്പന്ദനങ്ങൾ അതിന്റെ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നു. ഈ ഭാഗത്തിൽ പ്രപഞ്ചത്തിന് കൽപ്പനകൾ നൽകാനുള്ള നമ്മുടെ കഴിവിനെ നമ്മുടെ കഴിഞ്ഞ കർമ്മങ്ങളും പഴയ ചിട്ടകളും എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആ കോസ്മിക് ഊർജവുമായി നമ്മളെത്തന്നെ ഒരേ നിരയിലാക്കാൻ നമ്മൾ ആദ്യം ഈ പാറ്റേണുകൾ മനസ്സിലാക്കുകയും അവയെ മാറ്റിയെഴുതുകയും വേണം. ബോധത്തിലൂടെയും പോസിറ്റീവ് പുനർക്രമീകരണത്തിലൂടെയും ബോധപൂർവമായ നിശബ്ദതയിലൂടെയും നമ്മുടെ ആന്തരിക സംഭാഷണം മാറ്റാനും നമ്മുടെ ഉള്ളിലെ ശക്തിയെ അൺലോക്ക് ചെയ്യാനും കഴിയും. ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന് കൽപ്പന നൽകുന്നതിന്റെ അവസാന ഘട്ടങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരും. വാക്കുകൾക്കപ്പുറം നിങ്ങളുടെ ആത്മാവും പ്രപഞ്ചവും ലയിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നീങ്ങും. തുടർന്ന് കാണുക, കാരണം അടുത്ത ഭാഗം നിശബ്ദത, ചിന്ത, ഉദ്ദേശം എന്നിവയിലൂടെ പ്രപഞ്ചത്തിന് കൽപ്പന നൽകുന്നതിന്റെ അന്തിമ രഹസ്യം വെളിപ്പെടുത്തും. ഉദ്ദേശം എന്നത് പരിശ്രമിക്കുന്നതിനോ കഷ്ടപ്പെടുന്നതിനോ അല്ല. എന്നിട്ടും അത് പാറകളെയും താഴ്വരകളെയും സമതലങ്ങളെയും മറികടക്കുന്നു. കാരണം അത് പ്രപഞ്ചത്തിന്റെ താളവുമായി ഒരേ നിരയിലാണ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെയും സാരം. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ആത്മീയ അറിവ് ബൗദ്ധികമായ ധാരണയ്ക്കുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്. ഇനി ഈ അറിവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ബാഹ്യമായ എന്തെങ്കിലും നേടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ താളവുമായി ഒന്നായി മാറുന്നതിനെക്കുറിച്ചാണ്. ഓരോ തീരുമാനവും പ്രവൃത്തിയും സാർവത്രിക നിയമത്തിന് അനുസൃതമായിരിക്കണം. നിങ്ങളുടെ ജീവിതം ഹിമാലയത്തിന്റെ ഉയരങ്ങളിൽ നിന്നൊഴുകി പാറകളിലൂടെയും താഴ്വരകളിലൂടെയും സമതലങ്ങളിലൂടെയും അനായാസം ഒഴുകുന്ന ഒരു നദിയാണെന്ന് സങ്കൽപ്പിക്കുക. അത് പോരാടുന്നില്ല, കഷ്ടപ്പെടുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക താളത്തിനനുസരിച്ച് നീങ്ങുന്നു. നമ്മുടെ ജീവിതവും ഇങ്ങനെയായിരിക്കണം, പരിശ്രമമില്ലാതെ പ്രപഞ്ച പ്രവാഹവുമായി യോജിച്ച്. നദി അതിന്റെ വഴി ചോദ്യം ചെയ്യാതെ പിന്തുടരുന്നതുപോലെ നമ്മുടെ ജീവിതവും സാർവത്രിക താളവുമായി ഒരേ നിരയിലാക്കണം. കഷ്ടപ്പാടുകൾ വിട്ട് സ്വാഭാവിക പ്രവാഹത്തെ സ്വീകരിക്കണം. ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ, ബോധം എന്നിവയുടെ ശക്തി മനസ്സിലാക്കുന്നതിലൂടെ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് നീങ്ങുന്നു. അവിടെ ഓരോ ചിന്തയും ഓരോ പ്രവൃത്തിയും പ്രപഞ്ച നിയമത്തിന് അനുസൃതമാണ്. ഈ അവസ്ഥ ബാഹ്യമായ ഒന്നല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നാണ്. നമ്മൾ ഈ അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ജീവിതം പ്രപഞ്ചത്തിൽ നിന്ന് വേർപിരിഞ്ഞ ഒന്നായി ജീവിക്കുന്നില്ല.
നമ്മൾ ദൈവത്തോടൊപ്പം സഹസ്രഷ്ടാക്കളായി മാറുന്നു. ഈ പഠിപ്പിക്കലുകളുടെ സാരം ലളിതമാണ്. നമ്മൾ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ പ്രപഞ്ച താളവുമായി ഒരേ നിരയിലാക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് നിർത്തി അതിനോടൊപ്പം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. ഇതാണ് പൂർണ്ണതയുടെയും സന്തോഷത്തിന്റെയും ആത്മീയ സൗഹാർദ്ദത്തിന്റെയും ഒരു ജീവിതം നയിക്കുന്നതിനുള്ള താക്കോൽ. നിങ്ങളുടെ ദിവ്യത്വം നിങ്ങൾ തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമായ ഊർജ്ജവും സ്പന്ദനങ്ങളും പോലെ മുകളിലേക്കുയരുന്നുവെന്ന് പരമഹംസ യോഗാനന്ദൻ ഊന്നിപ്പറഞ്ഞു. നമ്മൾ നിശബ്ദമായി ഇരുന്ന് നമ്മുടെ സ്വന്തം ഊർജ്ജവുമായി ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാക്കളായി മാറുന്നു. വ്യക്തതയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി ചോദിക്കുന്നതിലൂടെ നമുക്ക് സംശയത്തെ മറികടന്ന് നമ്മുടെ കൽപ്പനകൾ പ്രപഞ്ചത്തെ കേൾപ്പിക്കാൻ കഴിയും. ഇത് നേടുന്നതിന് സംശയങ്ങളോ വൈരുദ്ധ്യങ്ങളോ നിറഞ്ഞ പ്രാർത്ഥനകളോടല്ല, മറിച്ച് വ്യക്തവും കേന്ദ്രീകൃതവുമായ ഉദ്ദേശങ്ങളോടാണ് പ്രപഞ്ചം പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ആരോഗ്യമായാലും സമ്പത്തായാലും ബന്ധങ്ങളായാലും നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതുമായി നിങ്ങളുടെ ആന്തരിക സ്പന്ദനം പൊരുത്തപ്പെടുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നു. ഈ പ്രത്യക്ഷീകരണത്തിനുള്ള താക്കോൽ നിങ്ങളുടെ ആന്തരിക സ്പന്ദനങ്ങൾ മനസ്സിലാക്കുകയും അവയെ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി ഒരേ നിരയിലാക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ചിന്തകൾ വെള്ളത്തിലെ ഓളങ്ങൾ പോലെയാണെന്ന് യോഗാനന്ദൻ വിശദീകരിച്ചു. ഓരോ ചിന്തയും ഓരോ വികാരവും പ്രപഞ്ചത്തിലേക്ക് സ്പന്ദനങ്ങൾ അയക്കുന്നു. ഈ സ്പന്ദനങ്ങൾ പോസിറ്റിവിറ്റി, സ്നേഹം, സമൃദ്ധി എന്നിവയുമായി ഒരേ നിരയിലാണെങ്കിൽ അവ തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളോടല്ല, നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ഊർജ്ജത്തോടാണ് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത്. ഈ പ്രക്രിയയിൽ നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവ പ്രപഞ്ച ഊർജ്ജവുമായി സമന്വയിപ്പിച്ച് നമ്മൾ പ്രപഞ്ചത്തിന് കൽപ്പന നൽകാൻ തുടങ്ങുന്നു. എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യവുമായി ട്യൂൺ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് വെളിവാക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തോടെ ഉറപ്പിക്കുക. കാരണം നിങ്ങളിപ്പോൾ പ്രപഞ്ചത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതം ഈ സത്യവുമായി ഒരേ നിരയിലാക്കാനുള്ള പ്രായോഗിക കാര്യങ്ങളിലേക്ക് കടക്കാം. 1. പ്രഭാത നിശബ്ദത. എല്ലാ ദിവസവും രാവിലെ 10 മിനിറ്റ് നിശബ്ദതയോടെ തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിലും പുറത്തുമുള്ള സാർവത്രിക ഊർജ്ജവുമായി ബന്ധപ്പെടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചോദിക്കരുത്, വെറുതെ ബന്ധപ്പെടുകയും ആ ബന്ധം അനുഭവിക്കുകയും ചെയ്യുക. 2. ബോധപൂർവമായ സംസാരം. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ പ്രതിഫലിക്കുന്നു. എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് പേടിയാണ് പോലുള്ള വാക്കുകൾക്ക് പകരം എനിക്ക് കഴിവുണ്ട് എന്നും ഞാൻ സമൃദ്ധനാണ് എന്നും ഉപയോഗിക്കുക. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ഊർജ്ജം പ്രതിഫലിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. 3. സാന്നിധ്യത്തിൽ നിന്നുള്ള തീരുമാനങ്ങൾ. ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആഴത്തിൽ ശ്വാസമെടുത്ത് നിങ്ങളുടെ സാന്നിധ്യവുമായി ട്യൂൺ ചെയ്യാൻ ഒരു നിമിഷമെടുക്കുക. നിങ്ങളുടെ തീരുമാനം ഭയത്തിൽ നിന്നായിരിക്കരുത്, മറിച്ച് നിങ്ങളുടെ ഉയർന്ന സ്വത്വവുമായി ഒരേ നിരയിലായിരിക്കണം. 4. സേവനവും സഹാനുഭൂതിയും. ഓരോ സേവനപ്രവൃത്തിയും നിങ്ങളുടെ ഊർജ്ജത്തെ വികസിപ്പിക്കുകയും നിങ്ങളെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തോടെയും പ്രതീക്ഷകളില്ലാതെയും സേവിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ പ്രപഞ്ചം ഒഴുകുന്നത് അനുഭവിക്കുക. 5. രാത്രിയിലെ പുനഃക്രമീകരണം. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ ദിവസം അവലോകനം ചെയ്യാൻ 5 മിനിറ്റ് നിശബ്ദമായി പ്രതിഫലിപ്പിക്കുക. നിങ്ങൾ നൽകിയ ചിന്തകളെയും പ്രവൃത്തികളെയും ഊർജ്ജത്തെയും തിരിച്ചറിയുക. നന്ദിയോടെ നിങ്ങളുടെ ലക്ഷ്യത്തിന് ഉപകാരപ്പെടാത്ത എന്തും വിട്ടുകളയുക. ഈ 5 തത്വങ്ങൾ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഊർജ്ജവും പ്രപഞ്ചവുമായി പൂർണ്ണമായും യോജിച്ചു നിൽക്കുന്ന സാർവത്രിക ഫ്രീക്വൻസിയുമായി ഒരേ നിരയിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ നിര സംഭവിക്കുമ്പോൾ നിങ്ങൾ വെറുമൊരു മനുഷ്യനായി ജീവിക്കുന്നില്ല. നിങ്ങൾ പ്രപഞ്ചവുമായി യോജിച്ചു നിൽക്കുന്ന ഒരു ഊർജ്ജസ്വലനായ സ്രഷ്ടാവായി മാറുന്നു. ദൈവം നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തയിലൂടെ പ്രവേശിക്കുന്നു. ആ ചിന്തയിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായി മാറുന്നു എന്ന് യോഗാനന്ദൻ പലപ്പോഴും പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും ഈ പരിശീലനം തുടങ്ങുക, അപേക്ഷകളില്ലാതെ, കൽപ്പന നൽകാനും സൃഷ്ടിക്കാനുമുള്ള ഉദ്ദേശത്തോടെ മാത്രം. നിങ്ങൾ ഇനി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, നിങ്ങളൊരു സ്രഷ്ടാവാണ്. നിങ്ങൾ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയല്ല, അത് വെളിവാക്കാൻ അതിനോട് കൽപ്പന നൽകുകയാണ്. നിങ്ങളുടെ ശക്തി നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ ഉത്തരം.